ഹലോ, വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ്. ഇന്നൊരു കറണ്ട് ഇല്ലാത്ത ദിവസത്തെ നോമ്പുതറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. 5 മണി 5:15 സമയമായിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു 1-2 മണിക്കൂർ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അകത്ത് കൊണ്ട് തന്നെ നല്ല ഇരുട്ടൊക്കെ ആയിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നോമ്പർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. നല്ല ഇരുട്ടും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്തേക്കൊന്ന് മഴ പെയ്തപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് എങ്ങനെയുണ്ട്. കുറേ കാലത്തിന് ശേഷം വേനൽ മഴ പെയ്യല്ലേ. എന്തായാലും അതിനൊരു സന്തോഷം. കുറേയൊക്കെ തണുപ്പൊക്കെ ആയിട്ടോ. അപ്പോൾ പുറത്ത് ഷീറ്റിൻ്റെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ, അത്യാവശ്യം നല്ല മഴ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തേക്ക് പോയി. അകത്ത് അടുക്കളയിലൊക്കെ ലൈറ്റൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് നല്ല ഇരുട്ടാട്ടോ. അത് അവിടെ ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുപ്പത്ത് ചോറ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കുറച്ച് ഉപ്പാക്ക് പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവിടെ ചിക്കനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കനല്ല കേട്ടോ, മത്തിയാട്ടോ. മത്തി വെള്ളം വറ്റിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പയറുപ്പേരിക്ക് പിന്നെ കടലയാട്ടോ കറി വെക്കുന്നത്. പിന്നെ ചെമ്മീനെ ഞാൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ചെമ്മീൻ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുരിങ്ങാക്കറി, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. കടലക്കറി ആട്ടോ പത്തിരിക്ക് വെക്കുന്നത്. മത്തി മുളക് ഇടുക കേട്ടോ, വെള്ളം വറ്റിക്കുക. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപ്പാക്ക് രാത്രി കഞ്ഞിക്കൊക്കെ മത്തി മതി എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കുക കേട്ടോ. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അത് എളുപ്പമാവും കേട്ടോ. ഇവിടെ ഞാൻ ചെമ്മീന ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് അധികം വേണ്ട, ഒരു 5 മിനിറ്റ്. കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. നല്ല വരട്ടിയെടുക്കുന്ന ചെമ്മീൻ. എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൊണ്ടു. അത്യാവശ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടാട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് എണ്ണ ഒക്കെ ചൂടായി വരട്ടെ കേട്ടോ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല, ഇനി എങ്ങനെയൊക്കെ ഞങ്ങളുടെ ചാനലിൽ മാറ്റം വരുത്തുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നെങ്കിലും ഞങ്ങൾക്ക് ഇതിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് ചെമ്മീൻ, അത്യാവശ്യം വലിയ ചെമ്മീൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ പോരെ. അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അത് അടപ്പ് വെച്ചിട്ട് അടച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം ശരിയാക്കി വെച്ചിട്ട് അപ്പം മഴ അപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ ഷാലോ ഫ്രൈ ചെയ്ത ചെമ്മീൻ പിന്നെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ചട്ടിയിൽ തന്നെ ഞാൻ ആ എണ്ണയിൽ തന്നെ ചെയ്തെടുക്കുന്നത്. ഉള്ളി വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകൊന്നും ഞാൻ ഒന്നൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. നിഷുവിനൊക്കെ എരിവ് അധികമാവും. അപ്പോൾ പിന്നെ ഇതങ്ങനെ ജസ്റ്റ് എല്ലാ മസാലയും ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് നമ്മുടെ ഈ ചെമ്മീൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയാണ് പിന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. പൊതുവേ ആരും ചെമ്മീൻ, കൂന്തൽ, ഈ വക മീനക്കൊന്നും പുളി ഒഴിക്കാറില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് ഒഴിച്ച് വെക്കാറുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഇത് കുറച്ച് അധികം വേണ്ട, കുറച്ച് ഇതാക്കി പിന്നെ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടല്ലേ ഉള്ളൂ. അധികം വെന്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് നല്ല വരട്ടി ഇങ്ങനെ എടുക്കുകയാണ്. അവിടെ ഞാൻ മാങ്ങ ജ്യൂസ് അടിക്കാൻ വെക്കുകയാണ്. ജ്യൂസും വേണം നോമ്പറക്കാൻ. പിന്നെ നിഷുവിന് ഇത് ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. മാങ്ങയും പാലും വാങ്ങിച്ച മാങ്ങ നല്ല പുളിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് പഞ്ചസാരയൊക്കെ ഇട്ട് അടിച്ച് അതിലേക്ക് അവൻ്റെ ഐസൊക്കെ ആക്കി വെച്ചു. ഇവിടെ നല്ല മഴയൊക്കെ ചോർന്നു കേട്ടോ. ഞാൻ അതിന് ശേഷം പുറത്തൊക്കെ പോയി നോക്കി, മഴയൊക്കെ ചോർന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒക്കെ എടുത്ത് വെച്ചു. സമൂസയും മുട്ട ബജിയും ഒക്കെ ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ്, തരിക്കഞ്ഞി, മാങ്ങ ജ്യൂസ് അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് പിന്നെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറും പയറുപ്പേരിയും പിന്നെ അച്ചാറും മത്തിയും നമ്മുടെ
ചെമ്മീനും ഒക്കെ കൂട്ടി ഞാൻ ചോറ് കഴിക്കുകയാട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ വീണ്ടും പറയുകയാണ്, ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. ബൈ.